My dear students, today's topic challenges and opportunities for organizational behavior. അപ്പൊ നമുക്കറിയാം എപ്പോഴും എന്തുണ്ടായിക്കൊണ്ടേയിരിക്കുന്നതായിരിക്കും ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു ഓർഗനൈസേഷനിൽ. ദാറ്റ് മീൻസ് എപ്പോഴും മാനേജേഴ്സിന് ഇങ്ങനെയുള്ള ചേഞ്ചസ് എപ്പോഴും എന്തായിരിക്കും ചലഞ്ചസ് ആയിരിക്കും. ഇപ്പൊ നമ്മളുടെ തന്നെ കോവിഡ് കാലം ഓൺലൈൻ ക്ലാസ് ചലഞ്ചസ് ആണ്. അതേസമയം തന്നെ അത് ചേഞ്ച് വന്നതാണ്. പക്ഷെ ആ ചേഞ്ച് ടീച്ചേഴ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? ഒരു ചലഞ്ച് ആയിട്ടാണ് ഫേസ് ചെയ്യുന്നത്. അതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് എടുക്കാം. എന്താ വെച്ചാൽ നമുക്ക് ടെക്നിക്കൽ നോളജ് കുറച്ച് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചേഞ്ചസ് എനിവേ ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അത് മാനേജർക്ക് എന്തായിരിക്കും? അത് ചലഞ്ചസ് ആയിരിക്കും, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചേഞ്ചസ് അത് എപ്പോഴും നമുക്ക് എന്തായിരിക്കും? ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കും. അതായത് ആ വർക്ക് പ്ലേസിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ എൻ്റയർലി ഇപ്പൊ നമ്മളുടെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. അതുപോലെ തന്നെ ചേഞ്ചസ് മാനേജേഴ്സിന് ചലഞ്ചസ് ആയിരിക്കും, ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. അതിന്റെ അനന്തരഫലം, അതിന്റെ ഇമ്പാക്ട്, അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. അപ്പൊ ഒരു ഇങ്ങനെയുള്ള ആ ട്രാൻസ്ഫോർമേഷൻ അവിടെ ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ വേണ്ടത് മാനേജേഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്? അണ്ടർസ്റ്റാൻഡിങ് ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതായത് ഒരു ഡ്രാമറ്റിക് ചേഞ്ചസ് നമ്മുടെ ഉണ്ടായിരിക്കുമ്പോൾ ഓർഗനൈസേഷനിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള മറ്റുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കേണ്ടതാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, മോർ ആൻഡ് മോർ ഫീമെയിൽ ആൻഡ് യങ് പീപ്പിൾ വർക്ക് പ്ലേസിലേക്ക് വരുമ്പോൾ കമ്പനീസ് are downsizing, employees expectations are changing, employees are no longer loyal to their organizations. കുറേ പേരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, പുതിയ 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 എംപ്ലോയീസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ എന്തുണ്ടായിരിക്കും? കമ്പനീസ് ആർ ഡൗൺ സൈസിങ്, എംപ്ലോയീസിന്റെ നമ്പർ വളരെ കൂടുതലും അതിനെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ആക്ടിവിറ്റീസ് അവിടെ കുറവായിരിക്കണേ. അതുപോലെ എംപ്ലോയീസിന്റെ എക്സ്പെക്ടേഷൻസിൽ കുറെ മാറ്റങ്ങൾ വരുന്നതായിരിക്കും. കുറെ പേരുണ്ടായിരിക്കുമ്പോ എല്ലാവർക്കും എന്തായിരിക്കും? അവരവരുടെ എക്സ്പെക്ടേഷൻസ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടായിരിക്കും താല്പര്യം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അല്ലാതെ ഓവറോൾ ആയിട്ടുള്ള കമ്പനിയുടെ എക്സ്പെക്ടേഷൻസ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കില്ല എന്ന് നമുക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും കുറച്ച് ലോയൽ ആകുന്നത് കുറവായിരിക്കും. സെൽഫ് ആയിട്ടുള്ള എക്സ്പെക്ടേഷനിലായിരിക്കും ഇമ്പോർട്ടൻസ് വരുന്നത്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ വളരെയധികം ഉണ്ടായിരിക്കും. അവരൊരിക്കലും പ്രൊഡക്ടിവിറ്റി, മറ്റുള്ളതിനെ കുറിച്ച് ഡൈവേഴ്സിഫിക്കേഷൻ, ഗ്ലോബലൈസേഷൻ അങ്ങനെയുള്ള ഇതിനെ കുറിച്ചിട്ടല്ല, അത് മാനേജ്മെന്റിന്റെ ഏരിയ ആയിരിക്കും. അവിടെ കൾച്ചറിനെ കുറിച്ചും എൻവയറമെന്റ്, അപ്പൊ കുറേ പേര് വരുമ്പോ എന്തുണ്ടായിരിക്കും? ഇപ്പൊ നമ്മുടെ തൃശ്ശൂര് തന്നെ പിന്നെ ഈ നമ്മുടെ കേരളത്തിൽ 14 ഡിസ്ട്രിക്ട് ഉണ്ട്. 14 ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നവരുടെ കൾച്ചറൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ എന്റെ അറിവിൽ പാലക്കാട് നിന്നൊക്കെ കുറെ കുട്ടികളുണ്ട്. ഞാൻ ആദ്യമായിട്ട് പാലക്കാട് ആലത്തൂർ SM കോളേജിൽ ക്ലാസ് എടുക്കുമ്പോൾ കുറെ ദിവസം കഴിഞ്ഞിട്ട് കുട്ടികൾ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞൊരു കംപ്ലൈന്റ് ആണ് എന്നെ പറ്റിയിട്ട്. ടീച്ചർ ക്ലാസ്സിൽ പറയുന്നത് മനസ്സിലാവണില്ല എന്ന്. അപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ആകെ വശനിലല്ല നിൽക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മാത്രല്ലേ മനസ്സിലാവാത്തുള്ളൂ, മറ്റുള്ള ടീച്ചേഴ്സ് ഒക്കെ പറയുന്നത് മനസ്സിലാവണ്ടല്ലോ. എനിക്കിവിടെ ആര് പറയുന്നത് മനസ്സിലാവണില്ല. ആര് പറയുന്നതും എനിക്ക് സത്യാണ്. അവിടുത്തെ ചില നമ്മളുടെ യൂസ് ചെയ്യുന്ന വേർഡ്സ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാനും ശരിയായി, എന്റെ സംഭാഷണ രീതിയോട് സ്റ്റുഡൻസും ശരിയായി. ആ പറഞ്ഞ കുട്ടികൾ ആ കൊല്ലം സെന്റ് ഓഫിന്റെ അത് ഫീഡ്ബാക്ക് തന്നത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത പോലെയായിരുന്നു. ടീച്ചറുടെ ക്ലാസ്സിൽ ഇരുന്ന പിന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ട ആവശ്യമേ ഇല്ല. അത്ര നന്നായി മനസ്സിലാവുന്നു. അപ്പൊ തീരെ മനസ്സിലാവണില്ല എന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോ കംപ്ലൈന്റ് പറഞ്ഞവര് ഒരു വർഷം കഴിഞ്ഞപ്പോ അവര് അതിനോട് അഡ്ജസ്റ്റഡ് ആയി. അതുപോലെ ഞാനും അഡ്ജസ്റ്റഡ് ആയി. എനിക്ക് അവിടെ ചെന്നിട്ട് എനിക്ക് ആര് പറയുന്നത് മനസ്സിലാവണില്ല, രണ്ടാമത് ചോദിക്കാൻ ഭയം, മൂന്നാമത് ചോദിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് ആയിരുന്നു. പക്ഷെ ഞാനും അവിടുത്തെ കുറേ കാര്യങ്ങൾ പഠിച്ചു, അവരുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പൊ നമ്മളുടെ കൾച്ചർ വളരെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ഒത്തിരി 2 മണിക്കൂർ യാത്ര കഴിഞ്ഞ് വേറൊരു സ്ഥലത്തെത്തുമ്പോൾ തന്നെ നമുക്ക് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ കുറേ പേര് നമ്മളുടെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അത് എംപ്ലോയേഴ്സിന്, കമ്പനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവിടുത്തെ എൻവയറമെന്റ്, കൾച്ചർ, ഇതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് അതും ഒരു ചലഞ്ചസ് ആയിരിക്കും. അതും അവരുടെ ഓപ്പർച്യൂണിറ്റീസിൽ വരുന്നതാണ്. എനിവേ,
സാധാരണയായിട്ട് ഒ-ബിയിൽ വരുന്ന ചലഞ്ചസ് ആണ്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. മാനേജ്മെന്റ് ഫീൽഡിൽ നിന്നുള്ള ചലഞ്ചസ് ഉണ്ടായിരിക്കും. വർക്ക് പ്ലേസിൽ കുറെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും, അതിന്റെ ചലഞ്ചസ് ഉണ്ടായിരിക്കും. ഓർഗനൈസേഷണൽ ചലഞ്ചസ് ഉണ്ടായിരിക്കും. ഗ്ലോബൽ ചേഞ്ചസ് അനുസരിച്ച് ചലഞ്ചസ് ഉണ്ടായിരിക്കും. എൻവയറമെന്റിലെ ചേഞ്ചസ് വരുന്നതിനനുസരിച്ചുള്ള ചലഞ്ചസ് ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ചലഞ്ചസ്. അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള ചലഞ്ചസ് മാനേജീരിയൽ ചലഞ്ചസ്. മാനേജീരിയൽ ചലഞ്ചസ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ പോയിന്റിലുള്ള ഇഷ്യൂസ് ആണ്. വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി എപ്പോഴും എന്തായിരിക്കും? വളരെ ഡിഫറെന്റ് ആയിരിക്കും. ഡൈവേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കും. അതായത് അവിടെ വരുന്ന പോപ്പുലേഷൻ, കോസ്മോ പോപ്പുലേഷൻ എന്ന് പറയാം. അതായത് പല സ്ഥലത്തുനിന്ന് വരുന്നത്. ഇപ്പൊ ഗൂഗിളിൽ വർക്ക് ചെയ്യുന്നവര്, ഗൂഗിളിന്റെ ഒക്കെ സിഇഒ, അങ്ങനെയുള്ള ഓരോരുത്തരും നോക്കുമ്പോൾ പല രാജ്യത്തു നിന്നുള്ളവരായിരിക്കും അവിടെ പോപ്പുലേഷനിൽ വരുന്നത്. ജനറലി പറയുന്നുണ്ട്, ഇന്ത്യക്കാരെ ജോലിക്കെടുക്കാനായിട്ട് വളരെ ജോലിക്കെടുത്ത വളരെ കുറച്ച് എളുപ്പാന്ന് പറയുന്നുണ്ട് വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസ്. അതായത് എന്തുകൊണ്ടാണെന്നാണ് റിസർച്ച് സ്റ്റഡീസ് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളിപ്പോ സ്കൂൾ ലെവലിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. എത്രമാത്രം പോപ്പുലേഷനാണ്, എത്രമാത്രം ഭാഷകളാണ്, എത്രമാത്രം ആഘോഷങ്ങളാണ്, എത്രമാത്രം മതങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോ കുറേ വെറൈറ്റി ഉണ്ടായാലും നമ്മൾ ഭയങ്കര യൂണിറ്റി കീപ്പ് ചെയ്യുന്നവരാണ്. അപ്പൊ അത്രമാത്രം ഇതൊന്നും മറ്റുള്ള രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കില്ല. ഇപ്പൊ ചൈന എടുക്കണം, ജപ്പാൻ എടുക്കണം, അങ്ങനെ ഓരോ രാജ്യത്തിന് ഇത്രമാത്രം മതങ്ങളും ഇത്രമാത്രം ഭാഷകളും ഇത്രമാത്രം കൾച്ചറൽ ഡിഫറെന്റ് ആയിട്ടുള്ള ജനത ഉള്ള ഓരോ രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ അത്രയ്ക്ക് വൈവിധ്യം ഉള്ള ഒരു രാജ്യവുമില്ല. അപ്പൊ അതായിരിക്കാം റീസൺ എന്നുള്ള ഒരു സ്റ്റഡീസ് വരുന്നുണ്ട്. അതായത് നമ്മള് പല കൾച്ചർ കണ്ടു വളർന്ന കാരണം നമുക്ക് പെട്ടെന്ന് എല്ലാത്തിനോടും അഡാപ്റ്റഡ് ആവാൻ, അഡ്ജസ്റ്റഡ് ആകാനായിട്ട് പറ്റുന്നു ഇന്ത്യക്കാർക്ക്. അതുകൊണ്ടാണ് ഇന്ത്യക്കാരെ വലിയ വലിയ കമ്പനികളുടെ വലിയ വലിയ പൊസിഷനിൽ ഇരുത്തുമ്പോൾ ആ കമ്പനി വളരെ അവിടുത്തെ എംപ്ലോയീസിനൊക്കെ ഇവർക്ക് വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരും പെട്ടെന്ന് ആ ഓർഗനൈസേഷനോട് അഡ്ജസ്റ്റഡ് ആകുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിവേ, ഒരു ഓർഗനൈസേഷനിലെ പലതരത്തിലുള്ള പോപ്പുലേഷൻ ഉണ്ടായിരിക്കും. അവരാണെങ്കിലോ ജെൻഡറിൽ ഡിഫറൻസ് ആയിരിക്കും, റേസിൽ ഡിഫറൻസ് ആയിരിക്കും, എത്തനിസിറ്റി, അങ്ങനെ ഭയങ്കര ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും. പക്ഷേ അവിടുത്തെ നോംസും റൂൾസും ഒക്കെ സെയിം ആയിരിക്കും. അതിൽ ബ്രാഹ്മിൺസ് ഉണ്ടായിരിക്കും, മുസ്ലിംസ് ഉണ്ടായിരിക്കും, സിഖുകാര്, അങ്ങനെ കുറെ അവരുടെ കൾച്ചറൊക്കെ വളരെ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ നമുക്കത് പ്രത്യേകിച്ച് പറയണ്ട, അങ്ങനെ കുറെ കാര്യങ്ങളിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ മാനേജേഴ്സിന് എന്തായിട്ട് വരുന്നതായിരിക്കും? ഇവരെയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ മാനേജീരിയൽ ചലഞ്ചസിൽ വരുന്നതാണ് വർക്ക് ഫോഴ്സ്. അവിടെയുള്ള എംപ്ലോയീസ് പല ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്, അവരെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ. രണ്ടാമതായിട്ടുള്ള വരുന്നതാണ് ചേഞ്ചിങ് ഡെമോഗ്രാഫിക്സ് ഓഫ് വർക്ക് ഫോഴ്സ്. ഡെമോഗ്രാഫിക് എന്ന് പറയുന്നത് എന്തായിട്ട് വരുന്നതായിരിക്കും? ഡ്യുവൽ കരിയർ കപ്പിൾസ്, ഗ്രോയിങ് നമ്പർ ഓഫ് യങ്സ്റ്റേഴ്സ്, ജെൻഡർ ഫാക്ടർ. ഇതൊക്കെ നമ്മളോട് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ജെൻഡർ ആയിട്ടുള്ളത്. ഇപ്പൊ മെയിലിന് ഫീമെയിലിന് വ്യത്യാസം ഉണ്ടായിരിക്കില്ല, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ് ഒക്കെ കുറെയൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അതനുസരിച്ച് ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. യങ്സ്റ്റേഴ്സ് കൂടുതലായിട്ട് വരുന്നത്, അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡ്യുവൽ കരിയർ കപ്പിൾസിന്, ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടാകുമ്പോഴത്തെ കുറെ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടായിരിക്കും. അങ്ങനെ ഉള്ളതൊക്കെ ഏതിൽ വരുന്നതാണ്? ഡെമോഗ്രാഫിക് വർക്ക് ഫോഴ്സ്. അപ്പൊ വർക്ക് ഫോഴ്സ് തന്നെ പല ഡെമോഗ്രാഫിക് ഇതിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അതും മാനേജ്മെന്റിന് ഒരു ചലഞ്ചായിട്ട് വരുന്നതാണ്. ഇനി അടുത്തതാണ്, രണ്ടാമത്തെ ചലഞ്ചസ് ആണ് വർക്ക് പ്ലേസ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ്. വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്, അതും മാനേജ്മെന്റിന് ഒരു ചലഞ്ച് ആയിട്ട് വരുന്നു. അതായത് എംപ്ലോയി പ്രൈവസി, വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എംപ്ലോയീസിന് പ്രൈവസി ഉണ്ടായിരിക്കാം. ഇപ്പൊ നമ്മളുടെ ക്ലാസ്, ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ റൂമിൽ വന്നിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു. അപ്പൊ വേറൊരു ടീച്ചറും കൂടി വന്നിരിക്കുക. അത് അങ്ങനെ വന്നിരിക്കുമ്പോ നിങ്ങൾ ഇതെന്ത് ഈ ടീച്ചർ ഇവിടെ വന്നിരിക്കുന്നത്, എനിക്കും അതെ, എന്താ ഇവിടെ വന്നിരിക്കുന്നത്, എനിക്കും ക്ലാസ് എടുക്കാൻ ഒരു മടിയാ. എന്താ വെച്ചാൽ എന്റെ പ്രൈവസി അവിടെ എന്തായിരിക്കും? ഞാൻ ക്ലാസ് എടുക്കുന്ന കുട്ടികളും ഞാനും ആയിരിക്കണം. വേറെ ഉള്ളത് ആവുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുപോലെ നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് വളരെ കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്കത് മറ്റുള്ളവര് അവര് നോട്ട് ചെയ്യുമ്പോഴൊന്നും അത് നമുക്ക് ഇഷ്ടപ്പെടില്ല.
ഇല്ലേ അങ്ങനെ ഫീൽ ചെയ്യില്ലേ? നമുക്കത് ഇഷ്ടപ്പെടില്ല. എന്താ അവരിങ്ങനെ നോക്കിയിരിക്കണെ? ഒരു സുഖമില്ലല്ലോ ചെയ്യാനായിട്ട്. അങ്ങനെയൊക്കെ നമ്മള് പറയുന്നതായിരിക്കും ല്ലേ? അപ്പൊ അങ്ങനെയുള്ള പ്രൈവസി നമുക്ക് ഉണ്ടായിരിക്കണം എംപ്ലോയീസിന്. അത് പ്രൈവസി കൊടുത്തില്ലെങ്കിൽ അതൊരു ഇഷ്യൂസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. പിന്നെ എംപ്ലോയീസിന് കുറച്ച് റൈറ്റ്സ് ഉണ്ട്, അവകാശങ്ങളുണ്ട്. അവരുടെ പ്രൈവസി കീപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഏഹ് ജോബിന്റെ ഓണർഷിപ്പില് ഇൻഡിവിജ്വൽ റൈറ്റ്സ്, യൂണിഫോം ഡ്രസ് കോഡ്, റൈറ്റ് ടു മാരി വിത്ത് ദ അങ്ങനെ കുറെ കാര്യങ്ങളിലും വരുന്നതായിരിക്കും. യൂണിയനിസം, ചേഞ്ച് എംപ്ലോയി എക്സ്പെക്ടേഷൻ, നേരത്തെ പറഞ്ഞ പോലെ എംപ്ലോയീസിന്റെ എക്സ്പെക്ടേഷൻസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവരൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തില് അവരുടെ മൊറയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും മാനേജേഴ്സ് ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി നാളെ എടുക്കാം കേട്ടോ അടുത്ത പോയിന്റ്സുകളൊക്കെ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.